യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠവും ധന്യമായ നാമത്തിലേവർക്കും വെളിയാവും സ്നേഹവന്ദനം. മലങ്കര സഭയുടെ മാത്രമല്ല ഭാരതത്തിന്റെ മുഴുവൻ ഊർജ സ്രോതസ്സായിരിക്കുന്ന പരിശുദ്ധന്റെ കബറിടത്തിലേക്ക് കടന്നു വരുവാനും ആ പരിശുദ്ധന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തിരുവചനം ധ്യാനിക്കുവാനും തമ്പുരാന്റെ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത തമ്പുരാന്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അവസരം നൽകിയിരിക്കുന്നതിന് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകട്ടെ. ഇന്ന് പരിശുദ്ധ പരിമലത്തിരുമേനിയുടെ 110-ാം ഓർമ്മ പെരുന്നാളിൻ്റെ പെരുന്നാൾ കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തീർത്ഥാടന വാരാചരണത്തിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുന്നു. തീർത്ഥാടകരായ അനേകം ഇവിടേക്ക് കടന്നു വന്ന അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്നു. ഈ ലോകത്തിൽ നാം ആരാണോ എന്ന് മലങ്കരയുടെ സൂര്യതേജസ്സായിരുന്ന പരിശുദ്ധനായ മാത്യുസ്തുതിയൻ ബാബാവിനെ മനസ്സുകൊണ്ട് തൻ്റെ കൽപ്പനകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ നമ്മെ അനേക പ്രാവശ്യം ഓർമ്മിച്ചിട്ടുള്ളതാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ സ്വർഗത്തെ നോക്കി തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടകരാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടകരായ നമ്മുടെ തീർത്ഥാടനം യഥാർത്ഥത്തിൽ ഒരു സന്തോഷത്തിന്റെ തീർത്ഥാടനമാണോ അതോ ഒരു വിലാപയാത്രയാണോ? പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതം ഒരു വിലാപത്തിന്റെ യാത്രയായി മാറിക്കൊണ്ടിരിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കളോട് അവരുടെ സ്വകാര്യ ജീവിതം പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യ ജീവിതത്തെക്കുറിച്ചാണ്. കരുതലില്ലാത്ത, സ്നേഹം ലഭിക്കാത്ത, പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാൻ പോലും കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കാത്ത അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യ ജീവിതം. കുടുംബസ്ഥരായവരോട് ചോദിക്കുമ്പോൾ അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് കഠിനാധ്വാനിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ ആ കഠിനാധ്വാനത്തിന് വിലയറിയാത്ത ജീവിത പങ്കാളി മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് തിരിച്ചറിയാത്ത കുട്ടികൾ, യൗവനക്കാർക്ക് പങ്കുവയ്ക്കാനുള്ളത് ആഗ്രഹിച്ചതുപോലെയുള്ള ഉദ്യോഗം ലഭിക്കുന്നില്ല, ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതം ലഭിക്കുന്നില്ല, ലഭിച്ച കുടുംബജീവിതമാകട്ടെ സമരസപ്പെട്ടു പോകാനായിട്ട് നന്നായി പാടുപെടുന്നു. കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന പാഠ്യപദ്ധതി. കലാലയങ്ങളിലേക്ക് പോകുന്നത് പോലെ ജീവിതത്തിന്റെ ഒരുപാട് ദുഃഖമേറിയ കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളിൽ നിന്നോ ഗുരുജനങ്ങളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ കരുതലോ വാത്സല്യമോ സ്നേഹമോ ലഭിക്കാത്ത 35 വയസ്സിന് മുകളിലുള്ള ഓരോരുത്തരും ഒന്നിലധികം ടാബ്ലറ്റുകൾ കഴിച്ച് ഉണർന്ന രോഗാതുരരായ അവസ്ഥ. എവിടെയും ദുഃഖങ്ങളും കണ്ണുനീരും വേണ്ടി ജീവിക്കുമ്പോൾ ഓർമ്മിക്കട്ടെ, ഈ ലോക ജീവിതയാത്ര പലരുടെയും അതൊരു തീർത്ഥാടന യാത്രയേക്കാൾ ഒരു വിലാപയാത്രയായി മാറുന്നു. തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും ശക്തമായ വിലാപയാത്രയെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യങ്ങളിൽ കാണുന്നു. പിറ്റന്നാൾ അവൻ നായയിൽ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വളരെ പുരുഷാരത്തോടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലുകളെടുത്തപ്പോൾ മരിച്ചുപോയി ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലൊരു വലിയ പുരുഷാരം അവളോട് കൂടെയുണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് അരയണ്ട എന്ന് പറഞ്ഞു. അവനടുത്ത് ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായ എഴുന്നേൽക്കാൻ ഞാൻ നിന്നോട് പറയുന്നു അവൻ പറഞ്ഞു. മരിച്ചവർ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവനവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ എഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നത് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവചനം വായിക്കുമ്പോൾ ഏറ്റവും ശക്തമായ വിലാപയാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ അവളുടെ ഏകജാതനായ
വലിയൊരു ജനവിഭാഗം ചേർന്ന് ദൈനംദിന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ വിലാപയാത്ര എവിടെ നസറായ യേശുവിന്റെ അടുക്കൽ ശ്രദ്ധിക്കുന്നുവോ അവിടെ വിലാപയാത്ര അസ്തമിക്കുകയാണ്. അവിടെ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. മരിച്ചുപോയ തന്റെ ഏകജാതനായ മകനെ ഉയർപ്പിച്ച് സന്തോഷത്തോടുകൂടെ വിധവയായ അമ്മയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ അവളും തന്റെ മകനും അവളോട് ചേർന്നിരുന്ന തൊട്ടടുത്ത ജനങ്ങളും യേശു തമ്പുരാനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തിരികെ ദൈനംദിന പട്ടണത്തിലേക്ക് പോകും. നസറായ യേശുവിന്റെ സന്നിധിയിലേക്ക് ശക്തമായ വിലാപവുമായി കടന്നു വരുന്ന ഈ അമ്മ പുതിയൊരു യാത്രയുടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരുപക്ഷെ തീർത്ഥാടകരായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ അമ്മയെ പോലെ അനേക വിലാപങ്ങളും അനേക കടന്നിരിക്കുന്ന അനുഭവങ്ങളും അനേക ദുഃഖങ്ങളായി നമ്മുടെ നാട്ടിൽ നസറായ യേശുവിന്റെ ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, വിധവയായ അമ്മയോട് കൽപ്പിച്ചതുപോലെ നീ കരയണ്ട. ഇവിടെ ഒരു പുതിയ യാത്ര ആരംഭിക്കുമ്പോൾ നമുക്ക് കഴിയും. ഈ അമ്മയുടെ വിലാപത്തിന്റെ കാരണം തന്റെ മകനെ ഓർത്തുള്ള വിലാപം. മരിച്ചുപോയ മകനെ ഓർത്ത് വിലപിക്കുന്ന അമ്മയെ പോലെ കൈവിട്ടുപോയ മക്കളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ മക്കളെ ഓർത്ത്, മരിച്ചതിന് തുല്യം മാറിപ്പോയ മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുടെ ഉണ്ടെങ്കിൽ നസറായ യേശു ഈ രാത്രിയിൽ നമ്മോട് പറയുന്നു, നീ കരയണ്ട. ഈ അമ്മയുടെ വിലാപത്തിന്റെ മറ്റൊരു കാരണം തനിക്കിനെ സ്നേഹിക്കുവാൻ പറ്റാതെ സ്നേഹത്തിന്റെ മറ്റൊരു വലിച്ചൂട്ടി തന്റെ ഏകജാതനായ മകനോട് വളർത്തി. തന്നെ സ്നേഹിച്ച തന്റെ മകൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ലഭിക്കുന്ന അമ്മ. ഒരുപക്ഷെ സ്നേഹിച്ചവരുടെ കൈവിട്ടുപോയപ്പോ, സ്നേഹിച്ചതൊക്കെ അകന്നു പോയപ്പോ, ഇല്ലാതായപ്പോ നൊമ്പരപ്പെടുന്ന അനേക ഹൃദയങ്ങളുടെ കണ്ടെത്തിരിക്കാം. പ്രിയ വിശ്വാസിയെ, സ്നേഹിച്ചവരൊക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, സ്നേഹിച്ചവരൊക്കെ തള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും തള്ളിക്കളയാത്ത നസറായ യേശു അതിന്റെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്നോട് ഈ രാത്രിയിൽ കൽപ്പിക്കുന്നു, നീ കരയണ്ട. ഈ അമ്മയുടെ വിലാപത്തിന്റെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവ് മരിച്ചുപോയ ഈ സ്ത്രീ, മറ്റ് മക്കളില്ലാതിരുന്ന ഈ സ്ത്രീ ഈ കുഞ്ഞിനെ വളർത്തിയതിന്റെ വാർദ്ധക്യത്തിൽ തന്നെ കരുതുവാൻ, തന്നെ ശുശ്രൂഷിക്കുവാൻ, തന്നെ പരിചരിക്കുവാൻ തനിക്കൊരു മകനുണ്ട് എന്നുള്ള പ്രത്യാശയാണ്. ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചവരാണ്. പക്ഷേ ഇന്ന് ഈ അമ്മയുടെ വിലാപം ഈരുടഞ്ഞ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഈ അമ്മ വിലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈരുടഞ്ഞ ഭാവിയുമായി, ഭാവിയെ ഓർത്ത് ദുഃഖിച്ച് നേർന്ന ഹൃദയമായി കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഈ ദേവാലയത്തിലുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നസറായ യേശു കടന്നു വന്നുകൊണ്ട് പറയുന്നു, നീ കരയണ്ട. നിനക്കിവിടെ പുതിയ യാത്ര ആരംഭിക്കാൻ കഴിയും. നീ ആന്തരികമായി യഥാർത്ഥമായി കണ്ണുനീരുള്ള തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയണം. ഈ വേദഭാഗം ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും സമയപരിധിയിൽ നിന്ന് ചെറിയ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വിലാപയാത്ര സന്തോഷത്തിന്റെ യാത്രയാക്കി മാറ്റുവാൻ, ഈ ലോക ജീവിത യാത്ര ഒരു സന്തോഷത്തിന്റെ തീർത്ഥാടനമാക്കി മാറ്റുവാൻ, ഒന്ന് ഈ നൈതികയായ ഈ അമ്മയുടെ വിലാപം പോലെ കണ്ണുനീർ കാണുന്ന മനസ്സറിയുന്ന തമ്പുരാന്റെ സന്നിധിയിൽ കരയുവാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ നമുക്ക് വൈരുദ്ധ്യം തോന്നാം. സന്തോഷത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്തിനാണ് ലഭിക്കുന്നത്? തമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യം. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. തമ്പുരാൻ കരയുവാൻ ആഹ്വാനം ചെയ്യുക. എന്തിനു വേണ്ടി കരയാൻ? മക്കളെ ചൊല്ലി കരയാൻ. ഈ ലോക ജീവിതയാത്ര സന്തോഷത്തിന്റെ തീർത്ഥാടന യാത്രയാക്കി മാറ്റാൻ കരയണം. മക്കളുമായി കരയണം. അനേക നഷ്ടപ്പെട്ടു പോയ മക്കളെ ഓർത്ത്, വഴിപിഴച്ചു പോയ മക്കളെ ഓർത്ത്, തെറ്റിപ്പോയ മക്കളെ ഓർത്ത്
യൗവനകാലം വരെ അതിദുർമാർഗത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ. അമ്മ മോനിക്കാൻ നിരന്തരം ദൈവദർശനത്തിൽ കണ്ണുനീരോടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. നിരന്തരം കണ്ണുനീരെടുക്കുന്ന അമ്മയെ കണ്ട് സഭാപിതാവായ അപ്പോസ്തലൻ പറഞ്ഞു, ഈ കണ്ണുനീരിന്റെ സന്തതി നഷ്ടപ്പെടുകയില്ല. അമ്മയുടെ കണ്ണുനീർ താഴേക്കല്ല ഒഴുകിയത്, മറിച്ച് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് പെറ്റമ്മയുടെ കണ്ണുനീർ ഒഴുകി. സ്വർഗ്ഗത്തിലെ ദൈവം ഈ കണ്ണുനീർ തന്റെ തുരുത്തിയിലാക്കി. ലോകത്തിലേക്ക് ഏറ്റവും വിലയേറിയത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരമ്മയുടെ കണ്ണുനീരാണ്. ഈ അമ്മയുടെ കണ്ണുനീരിൽ സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടു. അതിദുർമാർഗത്തിൽ ജീവിച്ച അഗസ്തീനോസ് അതിവിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുവന്നതുകൊണ്ട് ക്രമാനുഗതമായ ഒരു ജീവിതത്തിൽ മാറ്റമുണ്ടായി. കണ്ണുനീരിന്റെ സന്തതി നഷ്ടപ്പെടുകയായെന്ന് ചരിത്രം സാക്ഷിക്കുകയാണ്. ഒരു വ്യക്തിയെ നേടാൻ ഒരു തുള്ളി കണ്ണുനീർ മതി. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ അല്ലെങ്കിൽ പിതാവിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന കുഞ്ഞ് നിശ്ചയമായും അവന്റെ അല്ലെങ്കിൽ അവരുടെ മുഖം മുകളിലേക്കായിരിക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ അല്ലെങ്കിൽ പിതാവിന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീർക്കണങ്ങൾ അവന്റെ ആ കുഞ്ഞിന്റെ നെറുകയിൽ വീഴുമ്പോ അത് ഉറങ്ങിക്കിടന്നാൽ എവിടെ നിന്നാണ് ഈ വെള്ളം കിടക്കുന്നത്? തനിക്ക് വേണ്ടി കരയുന്ന അമ്മയുടെ അല്ലെങ്കിൽ പിതാവിന്റെ ചിത്രം ആ കുഞ്ഞ് അതിവാർദ്ധക്യത്തിൽ മരിച്ചാൽ മറക്കില്ല. തനിക്ക് വേണ്ടി കരഞ്ഞ അമ്മയുണ്ട്, തനിക്ക് വേണ്ടി കരഞ്ഞ പിതാവുണ്ട്. എത്ര സാക്ഷ്യത്തോടെ ഒരു അനുഗ്രഹീത പൈതലായി മാറുന്നവരുമാൻ തലമുറകൾ അനുഗ്രഹിക്കുവാനിടയാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയും നമുക്ക് വേണ്ടി കരഞ്ഞ ഒരു പിതാവുണ്ട്, ഒരു മാതാവുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിൻതലമുറയ്ക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? നമുക്ക് വേണ്ടി കരഞ്ഞ മാതാപിതാക്കളുള്ളപ്പോ വരും തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കിടയാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർക്കോട് കൊയ്യുന്ന 126 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിലുള്ള സങ്കീർത്തനക്കാർക്ക് ഓർപ്പിക്കുന്നത്, നല്ല മക്കൾക്കായി കരഞ്ഞാൽ, ലഭിച്ച മക്കൾക്കായി കണ്ണുനീരൊഴുക്കിയാൽ തമ്പുരാൻ ഒരു ദൈവികരായി വളർത്തും, ഉയർത്തും എന്നുള്ളത് ഓർക്കണം. അതോടുകൂടെ നിന്റെ വ്യക്തി ജീവിതവും നിന്റെ കുടുംബ ജീവിതവും ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിന് സംശയമില്ല. ഒരു വ്യക്തിയുടെ ഭാഗഭാഗതയെന്ന് നിർണ്ണയിക്കുന്നതിന്റെ പ്രധാന പങ്ക് ഒരമ്മയാണ്. ഒരു പിതാവിനേക്കാൾ കൂടുതൽ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ഒരു പൈതലിന്റെ ജീവിതമാണ് ഒരു വ്യക്തിയെ ആത്മീയനായി മാറ്റുന്നതെന്നുള്ള സംശയമില്ല. നമ്മുടെ പൂർവികർ ഇപ്പോഴും അത് നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ സ്ത്രീകളെ ഒരു ഗർഭവതികളായിട്ട് 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ബൈബിൾ എടുത്തു കൊടുക്കും. പലരും അത് ദുസ്വപ്നം കാണാതെ തലണയ്ക്ക് വെക്കാനും തലണയുടെ ഉയരം കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ പൂർവികർ വളരെ അർത്ഥവത്തായ ഒരു ചടങ്ങായിട്ടാണ് അത് കണ്ടിരുന്നത്. എന്തെന്നറിയാമോ? ഇനിയുള്ള 2 മാസക്കാലം തിരുവചനം വായിച്ച് ധ്യാനിച്ച് ആത്മീയമായി നീ ജീവിക്കണം. പക്ഷെ ഇന്ന് ചെയ്യുന്നത് അത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് മാറ്റിവെച്ചിട്ട് പലരും TV-യുടെ മുമ്പിലാണ് സ്വസ്ഥമായി സീരിയലുകൾ കാണാൻ, TV കാണാൻ, സന്തോഷിക്കാൻ വെളിപ്പെടുത്തുന്ന സീരിയലുകൾ, കരയിപ്പിക്കുന്ന സീരിയലുകൾ ഒക്കെ കാണാൻ. ചിലർ പറയും, ഈ കുഞ്ഞെന്താ ഇങ്ങനെ കിടന്ന് കീന്ന് കരയുന്നെന്ന് പറയും. അത് കീ നല്ല കരയുന്നത്. എൻ്റെ ചിന്ത പറഞ്ഞ TV എന്നാണ്. അമ്മ ഈ ബൈബിളുമായി പോയി അത് മാറ്റിവെച്ചിട്ട് TV-യുടെ പോയിരുന്നപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ ജനിച്ചു വീണാലുടനെ നോട്ടം ഈ ലൗകികതകളിലേക്കാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ കാണുന്നു, 6 മാസം ഗർഭവതിയായ എലിസബത്തിന്റെ അടുക്കലേക്ക് 2 ആഴ്ച മാത്രം പ്രായമുള്ള ഗർഭവതിയായ
ഒരമ്മയുടെ ചിന്തകൾ, ഒരമ്മയുടെ വികാരവിചാരങ്ങൾ അത് കുഞ്ഞിനെ സ്വാധീനിക്കുക. ആധുനിക സയൻസിൽ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന വിഭാഗമുണ്ട്. അതെ, ഒരമ്മയുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ് അമ്മയെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ വികാരവിചാരങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചിട്ട് അത് ജനിച്ചു വീഴുമ്പോൾ ആ തലത്തിലാണ് അതിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീയ തലമുറയെ വാർത്തെടുക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ആധ്യാത്മികതയുടെ അനുഭവത്തിലൂടെ, ആരാധനയുടെ പങ്കാളിത്തത്തിലൂടെ, തിരുവചന വായനയിലൂടെ, ജ്ഞാനത്തിലൂടെ ഒക്കെ മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയും. 22-22 അധ്യായത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും വേദനപ്പെടുന്ന ഒരു പിതാവ്, തിരുവചനത്തിൽ ഇത്രയധികം ദുഃഖിക്കുന്ന ഒരു പിതാവിനെ വേറെ കാണാനില്ല. അതിവാർദ്ധക്യത്തിൽ തനിക്ക് ജനിച്ച തന്റെ ഏകജാതനായ മകനെ ബലികഴിക്കുന്നവരുടെ യഹോവ കൽപ്പിക്കുമ്പോൾ അവൻ അമ്മയോട് പോലും പറയാതെ അവനെ ദഹിപ്പിക്കുവാനുള്ള നടപെടുത്തവന്റെ ചുമലിൽ വെച്ച് തന്റെ കയ്യിൽ തീയും കത്തിയുമായി മോറിയാമ കയറുന്ന അബ്രഹാം. 22-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പ്രകാരമാണ് അബ്രഹാം ഹോമയാഗത്തോട് പങ്കെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ച് തീയും കത്തിയും താൻ എടുത്തു. തുടർന്ന് പറയുന്നു, ഇരുവരും ഒന്നിച്ച് നടന്നു. മല കയറുമ്പോൾ ഈ മകൻ ഒതുങ്ങിയ അമ്മ ഹോമയാഗത്തിന്റെ വെള്ളമുണ്ട്, തീയുണ്ട്. പക്ഷെ അതിനുള്ള ആട്ടിൻകുട്ടിയുടെ 8-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊടുത്തവരെ അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. പ്രിയപ്പെട്ടവരെ, ഈ 2 വാക്യങ്ങളിൽ അവസാനം ആണെന്നത് ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പനോട് ചേർന്ന് നടക്കുന്ന മകൻ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മകനെ ചേർന്ന് നിർത്തി യാത്ര ചെയ്യുന്ന അപ്പൻ. അതാണ് ഇന്ത്യയോടുള്ള തലമുറകൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും വഴിയിൽ കാത്തിരിക്കണമേ എന്ന് പറയുമ്പോൾ ഈ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇന്ത്യയിൽ നോക്കും. പ്രിയപ്പെട്ടവരെ, വരും തലമുറകൾ അനുഗ്രഹീതരാകണമെങ്കിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തണം, ആരാധനയ്ക്ക് ചേർത്ത് നിർത്തണം, ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ബാധ്യതകൾ പറയാൻ അവരെ ചേർത്ത് നിർത്തണം, വിശ്വാസം അവരെ പഠിപ്പിക്കാൻ ചേർത്ത് നിർത്തണം, പാരമ്പര്യങ്ങൾ അവരെ അറിയാൻ ചേർത്ത് നിർത്തണം. ഇന്ന് LKG പോലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ഒഴിവും സംവിധാനങ്ങളും ഒക്കെയായി ഓരോ ഘട്ടങ്ങളിൽ മാറ്റി നിർത്തുമ്പോൾ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നു. അവരെ ഓർത്ത് കരയേണ്ട സാഹചര്യം വരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഞാൻ 1-ാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അതെ, ഈ ലോക ജീവിതയാത്ര ഒരു വിരാമയാത്രയാണെങ്കിൽ അതൊരു തീർത്ഥാടനയാത്രയാക്കി മാറ്റുവാൻ, സന്തോഷത്തിന്റെ തീർത്ഥാടനയാത്രയാക്കി മാറ്റുവാൻ കർത്താവ് പറയുന്നു, നിങ്ങൾ കരയണം, നിങ്ങളുടെ മക്കൾക്കായി കരയണം. വീണ്ടും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ പ്രകാരമാണ്, അവൻ നഗരത്തെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു. കർത്താവിനെങ്കിലും കരയേണ്ട ഒരു സാഹചര്യമല്ല. ആയിരക്കണക്കിന് ജനങ്ങൾ നസറായ യേശുവിന്റെ ഹോസാന പാടിക്കൊണ്ട് വിജയശ്രീയിൽ അമരനായ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെങ്കിലും കരയേണ്ട ഒരു സന്ദർഭമല്ല. പക്ഷേ ഇവിടെ ദൂരമേ വെച്ച് യെരൂശലേമിനെ നോക്കിയിട്ട് തമ്പുരാൻ കരയുകയാണ്. അതേ, കർത്താവ് നാടിനെ നഗരത്തെ കണ്ട് കരഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്തോഷത്തിൻ്റെ യാത്രയാക്കി മാറ്റുവാൻ കർത്താവ് കരഞ്ഞതുപോലെ നാടിനായി കരയുവാൻ നമുക്ക് കഴിയണം. ഇന്ന് ശാസ്ത്രലോകം നാടിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണ കുടയായി ചൂടിയിരിക്കുന്ന ഓസോൻ പടലങ്ങൾക്ക് മനുഷ്യൻ്റെ അതിരുവിട്ട ആഡംബര ജീവിതം കൊണ്ട്, അതിരുവിട്ട ക്രമം തെറ്റിയ അവൻ്റെ ജീവിതം കൊണ്ട്, അവൻ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളും കുപ്പികളും ഒക്കെ കത്തിച്ച് ഉയരുന്ന കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന്
ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണിട്ട് സൂര്യനിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വീണ് പ്രപഞ്ചത്തിന് മാറ്റം സംഭവിക്കുക, മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുക, ഭൂമിയിൽ താപത്തിന്റെ അളവ് കൂടുകയാണ്, ജലാംശം വറ്റിക്കൊണ്ടിരിക്കുക. ഇതിന്റെ നാശത്തെ ഓർത്ത് ശാസ്ത്രലോകം കരയുമ്പോൾ അതിനോട് ചേർന്ന് കണ്ണുനീരൊഴുക്കാൻ ഈ നാടിന് വേണ്ടി കരയുവാൻ നമുക്കും കഴിയണം. യെശയ്യാ പ്രവചനം 24-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടങ്ങളെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. വീണ്ടും 18 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, അത് എഴുന്നേൽക്കയില്ല. മനുഷ്യന്റെ പാപത്തിന്റെ പരിണത ഫലമായി പ്രപഞ്ചത്തിന് മാറ്റം സംഭവിക്കുകയാണ്. സുരക്ഷിതമെന്ന് വിചാരിച്ചിരുന്ന കൊച്ചു കേരളം പോലും ഇന്ന് ശക്തമായ ഭൂചലനങ്ങൾക്ക് ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ബാലൻസ് തെറ്റിക്കുവാൻ തക്കവണ്ണം മനുഷ്യന്റെ പാപത്തിന് അത്രമാത്രം ഭാരമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പാപം കൊണ്ട് ഈ പ്രപഞ്ചം നശിക്കുവാൻ ഇടയാകരുത് എന്നൊരു തീരുമാനമാകണം ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് എടുക്കുവാൻ കഴിയേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മനുഷ്യന്റെ അധർമ്മം കൊണ്ട് സോദോം ഗോമോറ യഹോവയാം ദൈവം നശിപ്പിക്കാൻ പോകുക. അബ്രഹാമിനോട് യഹോവ കൽപ്പിച്ചു, ഞാൻ ആ നാട് നശിപ്പിക്കും. അബ്രഹാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, തമ്പുരാനെ 50 നീതിമാന്മാരുണ്ട്, നശിപ്പിക്കല്ലേ. 45-ൽ വീണ്ടും തുടങ്ങി 10 വരെ നിർത്തി. അബ്രഹാമിന് ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. തൻ്റെ സഹോദരനായ ലോത്തിന്റെ ഭാര്യ, അവൻ്റെ 2 പെൺമക്കൾ, 4 പേര് തൻ്റെ കുടുംബത്തിലുള്ളവരുണ്ട്. പിന്നെ അവരുടെ മരുമക്കൾ 2 പേരുണ്ട്, 6 പേരുണ്ട് ആ കുടുംബത്തിൽ. അങ്ങനെയെങ്കിൽ ഒരു നാട്ടിൽ 4 നീതിമാന്മാരോടെങ്കിലും കാണാതിരിക്കുകയില്ല. പക്ഷെ മനുഷ്യന്റെ കണക്കുകൂട്ടലുകളല്ല ദൈവത്തിൻ്റെതും തിരിച്ചറിയണം. ഒരു നാട്ടിൽ 10 നീതിമാന്മാർ പോലും ഇല്ലാതെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 4 നീതിമാന്മാർ പോലും ഇല്ലാതിരുന്ന ആ നാടിനെ തമ്പുരാൻ നശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ മൂലം എൻ്റെ നാട് നശിക്കാൻ ഇടയാകരുത് എന്ന തീരുമാനത്തോടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അവനവൻ്റെ പാപത്തെക്കുറിച്ചൊരു ബോധ്യം വരണം. പരിശുദ്ധ പരിമല തിരുമേനി നാടിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കണ്ണീരോടെ യാതോറും പ്രാർത്ഥിച്ചതിൻ്റെ പരിണത ഫലമാണ് ഈ സഭ നിലനിൽക്കുന്നത്, ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. യോന കപ്പലിലേക്ക് കയറിയ മാത്രയിൽ കപ്പലാടി ഉലഞ്ഞു, നശിക്കാൻ തുടങ്ങുക. ശക്തമായ യെരിഹോ പട്ടണം പിടിച്ചടക്കിയ ഇസ്രായേൽ ജനത നിസാരമായ ഹായി പട്ടണം പിടിച്ചടക്കാൻ ഒക്കാതിരുന്നപ്പോ യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോ തമ്പുരാൻ പറയുക, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. യോശുവ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യം. ശാപം നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷപൂർണമാകൂ. യോനായെ കടലിലേക്ക് കപ്പലിൽ നിന്ന് എടുത്തിട്ട മാത്രയിൽ കപ്പലിലുള്ളവർക്കും കപ്പലിലുള്ളവർക്കും ശാന്തതയും സമാധാനവും ലഭിച്ചു. അതെ, ആ പിടിക്കപ്പെട്ട ആഖാനെയും കുടുംബത്തെ നശിപ്പിച്ച ശേഷം ഇസ്രായേൽ ജനത വിജയശ്രീലാളിതരായി യാത്ര തുടർന്നു. സമയ ചുരുക്കം കൊണ്ട് ഞാൻ അഭാഗവും വിടട്ടെ. ജീവിതയാത്ര സന്തോഷത്തിൻ്റെ യാത്രയാക്കി മാറ്റാൻ നാടിന് വേണ്ടി കരയണം. നാടിൻ്റെ തിന്മ മാറ്റിക്കിട്ടാൻ കരയണം. നമ്മുടെ പാപങ്ങളെ മാറ്റിക്കിട്ടാൻ കഴിയണം. നമ്മുടെ ശാപങ്ങളെ നീക്കിക്കളയാൻ കഴിയണം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ 2-ഉം 3-ഉം വാക്യങ്ങളിൽ യഹോവ കൽപ്പിക്കുന്നു, അതെ, അബ്രഹാമിനോട് പറയുക, നീ ദേശത്തിനൊരു അനുഗ്രഹമായിരിക്കും. നീ ആയിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ചിന്തിക്കണം, ഞാനും നിങ്ങളും ദേശത്തിനൊരു അനുഗ്രഹമാണോ? നമ്മളായിരിക്കുന്ന ദേശം, നമ്മളായിരിക്കുന്ന കുടുംബം, നമ്മളായിരിക്കുന്ന സഭ അനുഗ്രഹിക്കപ്പെടുന്നോ? മാറ്റേണ്ടതിനെ മാറ്റാൻ കഴിയണം.
ഒരു കാര്യം കൂടെ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. തിരുവചനത്തിലെ ഏറ്റവും ചെറിയ വാക്യം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. യേശു കണ്ണുനീർ വാർത്തു. ആദ്യം കണ്ട 2 വാക്യങ്ങളിലും കരയുവാൻ തമ്പുരാൻ ആഹ്വാനം ചെയ്തെങ്കിൽ ഇവിടെ കർത്താവ് കരയുകയാണ്. തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചിട്ട് 4 നാളായി. ലാസറിന്റെ കല്ലറുടെ അടുക്കലേക്ക് തമ്പുരാൻ കടന്നു ചെന്നു. കൂടെ നിന്നവർ കർത്താവ് കരയുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു, നോക്ക് ഇവന് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. കല്ലുരുട്ടി മാറ്റാൻ കർത്താവ് പറയുമ്പോൾ അവർ പറയുക, കർത്താവേ നാറ്റം വെച്ച് കാണും, 4 നാളായല്ലോ. എന്തിനാ കർത്താവ് കരഞ്ഞേ? ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഉയരത്തിൽ വസിച്ചുകൊണ്ട് ആഴത്തിലെ രഹസ്യങ്ങളെ പോലും പരിശോധിച്ചറിയുന്ന തമ്പുരാൻ കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് കല്ലറയ്ക്കുള്ളിലെ തൻ്റെ സ്നേഹിതന്റെ ചീഞ്ഞ ശരീരം, നാറുന്ന ശരീരം, ജീർണിച്ച ശരീരം തൻ്റെ അന്തർനേത്രം കൊണ്ട് കാണുകയാണ്. അതാ അവർ പറഞ്ഞേ, ജീർണിച്ച് കാണും. കർത്താവ് കരഞ്ഞത് മനുഷ്യന്റെ ജീർണത കണ്ട. ഇന്നും കർത്താവ് കരയുകയാ. ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും കണ്ട് കർത്താവ് കരയുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീർണത കണ്ട്. 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവനെ അണിയിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ അറിയാതെ പ്രകാശത്തിന്റെ വസ്ത്രം അവന് കൊടുത്തു. പക്ഷെ എന്നവൻ പാപം ചെയ്തോ ആ നിമിഷം അവൻ അറിയാതെ തന്നെ അവന്റെ പ്രകാശവസ്ത്രം ഉരിഞ്ഞുപോയി. അവൻ വിളിച്ചു പറയോ, ഞങ്ങൾ നഗ്നരാണ്. പ്രകാശത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു പോയവന്റെ ഉള്ളിലേക്ക് പാപം കടന്നു വന്ന പാപം മൂലം മരണവും, മരണം മൂലം ജീർണതയും കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് ജീർണത. അവനിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ പരിണത ഫലമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. നമ്മളിൽ ജീർണതയുണ്ടോ? 2012 ജനുവരി മാസം ആദ്യ ആഴ്ചയിൽ മലയാള മനോരമ വാർത്ത, പരപ്പനങ്ങാടി ന്യൂസ്. അവിടെ ഒരു ബിവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ ഭാര്യയും ഭർത്താവും ക്യൂ നിൽക്കാനായിട്ട് വന്നു. ബഹളമായി, റോഡ് ബ്ലോക്കായി, പോലീസ് ഇടപെട്ടു. മണിക്കൂറുകളെടുത്ത് നേരെ ശാന്തമാക്കാൻ. ഒരു ബിവറേജസിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയുടെ മദ്യം ഒരു ദിവസം വിറ്റഴിക്കുമ്പോ ഈ സമൂഹത്തിന് ജീർണത ബാധിച്ചോ? ചിന്തിക്കണം. സ്ത്രീകൾ ഉൾപ്പെടെ ബിവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ആധുനിക മനുഷ്യന്റെ ജീർണത ചിന്തിക്കാൻ നമുക്ക് കഴിയണം. മാറ്റേണ്ടതുള്ളതൊക്കെ മാറ്റുവാനായിട്ട് നമുക്കിടയാകട്ടെ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് 2 കാര്യങ്ങളോട് ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാ. ഒരു ഭവനത്തിൽ ചെന്നു. റോഡ് സൈഡിലുള്ളൊരു വീടാ. ഗേറ്റ് പൂട്ടിയിട്ടേക്കുക, അകത്തു നിന്ന് പൂട്ടിയേക്കുക. വെളിയിൽ നിന്ന് പൂട്ടാനുള്ള ഓടാമ്പൽ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുക. അതിൻ്റെ അർത്ഥം അകത്ത് ആളുണ്ട്. ഞാൻ ഈ ഓടാമ്പലെ കുലുക്കി വിളിച്ചോ. കെട്ടിയിട്ടിരുന്ന് നായി കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത വീട്ടിലെ സഹോദരി വന്നു. എന്തു വച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ആരുമില്ലേ? ഉണ്ട്, അമ്മച്ചി കിടപ്പാ. ആ സഹോദരിയുടെ വീട്ടിലൂടെ, അവരുടെ ഗേറ്റിൻ്റെ അകത്തൂടെ കയറിയിട്ട് ഈ 2 വീടുകളുടെ ഇടയിലുള്ള പിള്ള ഗേറ്റിലൂടെ ഈ സഹോദരിയുമായിട്ട് ഈ അമ്മച്ചിയുടെ അടുക്കൽ ചെന്നു. 84 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി. 4 ആൺമക്കളുണ്ട് അവർക്ക്. ഇളയ മകന്റെ ചെറുപ്പത്തിലെ അവന്റെ പിതാവ് മരിച്ചു. ഇവർ ടീച്ചറായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ 4 പേരെയും കൂടെ വളർത്തണമെങ്കിൽ ജോലി ഒരു ഭാരമായി മാറി. ജീവിക്കാൻ അത്യാവശ്യ ചുറ്റുപാടുകളുണ്ട്. അതുകൊണ്ട് ജോലി രാജിവെച്ച് ഇപ്പൊ പെൻഷൻ പോലും ഇല്ല. 4 മക്കളെയും ഭംഗിയായി പഠിപ്പിച്ചു. 3 പേര് കാനഡയിലും ഒരാള് ലണ്ടനിലുമാ. കുടുംബമായി. അമ്മച്ചി വീണിട്ട് ഈ ഹിപ്പ് ഏണല് പൊട്ടി 3 മാസമായി കിടപ്പാ. അപ്പുറത്തെ വീട്ടിലെ സഹോദരി ഈ അമ്മച്ചിക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് ഈ അമ്മച്ചിയും ആ വീട്ടിലെ നായും ജീവിച്ചിരിക്കുക. മക്കൾ വെളിയിൽ പോകണ്ടെന്നല്ല, കുടുംബമായി ജീവിക്കേണ്ടെന്നല്ല. ഓരോരുത്തരും ഓരോ മാസത്തെ അവധി ക്രമീകരിച്ച് വന്നെങ്കിൽ ഈ അമ്മയുടെ വാർദ്ധക്യ ജീവിതം എത്ര സന്തോഷപൂർണ്ണമായിരുന്നു. ജീർണതയുണ്ടോ? ചിന്തിക്കണം. മറ്റൊരു വീട്ടിലൂടെ ചെന്നപ്പോ ഇതുപോലെ ഒരു
കിടക്കുക. ഈ വെളിയിൽ, സിറ്റ് ഔട്ടിന് വെളിയിൽ ഒരു കട്ടിലുണ്ട്, അതിനു മുമ്പിൽ ഒരു മേശയുണ്ട്. മേശപ്പുറത്ത് അത്യാവശ്യം വേണ്ട പ്ലേറ്റ്, ഗ്ലാസ്, ഫ്ലാസ്ക്, കണ്ണാടി ഒക്കെ ഇരിപ്പുണ്ട്. ആ ചെറിയ കട്ടിലിൽ 80ഓളം വയസ്സുള്ള അപ്പച്ചൻ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുക. ആ വീടിൻ്റെ മുൻവശത്തെ കതവ് തുറന്നു കിടക്കുകയായിരുന്നു. അപ്പച്ചനെ ഉണത്തണ്ടെന്ന് വിചാരിച്ച് ചെറുതായിട്ട് കൊട്ടി വിളിച്ചു. ആ വീട്ടിലെ സഹോദരി, അവിടുത്തെ മരുമകള് ഇറങ്ങി വന്നപ്പോൾ ഒക്കത്ത് ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഈ പട്ടിക്കുട്ടിയായിട്ട്? അത് ഇത്രയും വലിയ മഴ പെയ്തപ്പോൾ അവന് കുളിർന്നപ്പോൾ അവന് തീ കായാനായിട്ട് കൊണ്ടുപോയതാ. 80 വയസ്സുള്ള അപ്പച്ചൻ കാലൊടിഞ്ഞ് വെളിയിൽ തണുത്ത് ചുരുണ്ടുകൂടി കിടക്കുമ്പോ പട്ടിക്കുഞ്ഞിന് തീ കായ്ക്കുന്ന മരുമകൾ. ആധുനിക ജീവിതത്തിന് ജീർണത ബാധിച്ചിട്ടുണ്ടോ? ആധുനിക സമൂഹത്തിന് ജീർണത ബാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. 12-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുക. വഷളത്വം മനുഷ്യരുടെ ഇടയിൽ പ്രബലപ്പെട്ടിട്ട് ദുഷ്ടത മനുഷ്യന്റെ ജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, കന്യക മറിയാം ഗർഭവതിയായിരിക്കുമ്പോൾ പേർവഴി ചാർത്തപ്പെടുവാൻ തക്കവണ്ണം അതെ അവർ പോകുക. 4-ാം വാക്യം, അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ടു. യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിക്കുവാൻ വന്ന തമ്പുരാൻ ആരുടെയും സഹായമില്ലാതെ, കരുതലില്ലാതെ വഴിയമ്പലത്തിൽ കീറ്റുശീലയിൽ പൊതിയപ്പെട്ടവനായി കിടക്കുന്നതിന്റെ കാരണം എന്താ? അവിടെ വായിച്ചു കേട്ടു, ദാവീദിന്റെ വംശത്തിലും ഗോത്രത്തിലും ഉള്ളവനാകിയാൽ. ഗോത്രത്തിലും വംശത്തിലും ഒക്കെയാ പോയത് എന്ന് പറഞ്ഞ കുടുംബക്കാരുടെ അടുക്കലേക്ക് ജോസഫും ഭാര്യയും കൂടെ പോയത്. പക്ഷേ അവിടെ തങ്ങാൻ ഒരിടവില്ല, തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു മറവില്ല. പ്രിയപ്പെട്ടവരെ, എന്താ കാരണം? എന്തെന്നറിയാമോ? ഓരോ വാതുക്കലും ജോസഫും കന്യക മറിയാമും മുട്ടി വിളിക്കുമ്പോൾ ചാർച്ചക്കാരൊക്കെ വന്ന് വാതിൽ തുറന്നു കാണും. വാതിൽ തുറക്കുമ്പോൾ അസമയത്ത് വന്ന് ആരാണെന്ന് നോക്കാൻ ഇച്ചായൻ്റെ പുറകെ വീട്ടുകാരിയുണ്ട്. ഇച്ചായനോട് വീട്ടുകാരി പറയും, നോക്കിയേ ആരാന്ന് കണ്ടോ? അത് നമ്മുടെ യോസഫല്ലേ? അല്ല, പുറകെ നിൽക്കുന്നേ ആരാന്ന് കണ്ടോ? അത് അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ? നിങ്ങൾ ചോയൊന്ന് നോക്കിയോ? എന്താ കാര്യം? ഇവിടെ ജോലിയാവും. ഈ സമയത്ത് വീട്ടിൽ കയറ്റി താമസിച്ചാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ 28 കഴിയാതെ പറഞ്ഞു വിട്ടാൽ നാട്ടുകാര് എന്തെന്താ പറയും? പ്രിയപ്പെട്ടവരെ, ബാധ്യതകൾ ഏറ്റെടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് യേശു തള്ളപ്പെട്ടവനായി വഴുവക്കിൽ കിടക്കേണ്ടി വരിക. ഇന്നും ഇതല്ലേ കാണുന്നത്? ബാധ്യതകൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാകാത്ത ഒരു തലമുറയിൽ കടമകളും കർത്തവ്യങ്ങളും പാലിക്കപ്പെടാതെ പോകുക. നസറാനായ യേശു ഇന്നും അവഗണിക്കപ്പെട്ടവനായി വഴിവക്കിലൂടെ നടക്കപ്പെടേണ്ട ഒരനുഭവം. മനുഷ്യന്റെ ജീവിതത്തിന് ജീർണതയുണ്ടോ? ചിന്തിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ ലോക ജീവിതയാത്ര അതൊരു സന്തോഷത്തിന്റെ യാത്രയാക്കി മാറ്റാൻ, നയനിലെ വിധവയുടെ വിലാപയാത്ര സന്തോഷയാത്രയായി മാറിയതുപോലെ, ഈ അമ്മ മരിച്ചുപോയ മകനെ ഓർത്ത് നൊന്ത് കരഞ്ഞതുപോലെ നമുക്കും കരയാൻ കഴിയണം. എന്തിനു വേണ്ടി? അതെ, നല്ല മക്കൾക്കായും ലഭിച്ച മക്കൾ നല്ലവരാകാനും. വരും തലമുറയ്ക്ക് എനിക്ക് വേണ്ടി കരഞ്ഞ മാതാപിതാക്കളുണ്ട് എന്നുള്ള സാക്ഷ്യം കൊടുക്കാൻ കഴിയണം. രണ്ടാമത് കരയണം, നാടിന് വരാനിരിക്കുന്ന നാശത്തെ ഓർത്ത്. തിന്മ വർദ്ധിച്ചിട്ട്, ആഡംബരം വർദ്ധിച്ചിട്ട്, അതിരുവിട്ട ജീവിതം വർദ്ധിച്ചിട്ട് നാട് നശിക്കാൻ പോകുമ്പോൾ ഈ നാടിൻ്റെ തിന്മ മാറ്റിക്കിട്ടാൻ അബ്രഹാമിനെ പോലെ കരയണം. പരിമല തിരുമേനി യാത്രയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കിയതുപോലെ കണ്ണുനീരൊഴുക്കാൻ കഴിയണം. 3, കർത്താവ് കരഞ്ഞതുപോലെ മനുഷ്യന്റെ ജീർണത കണ്ട്
അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന പാപത്തിൻ്റെ പരിണിത ഫലമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ജീർണതകളെ മാറ്റിയെടുക്കാൻ, സമൂഹത്തിന് നേരിടുന്ന ജീർണതകളെ മാറ്റിയെടുക്കാൻ, കരുതലില്ലാത്ത ജീവിതങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ, നസ്രാനായ യേശു അവഗണിക്കപ്പെടാതിരിപ്പാൻ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതേ, കരയണ്ട എന്ന് കൽപ്പിച്ച തമ്പുരാനോട് ചേർന്ന് പുതിയൊരു യാത്ര ഈ പെരുന്നാളിൽ നമുക്ക് ആരംഭിക്കാം. യേശു നമ്മുടെ മുമ്പിലും നമ്മുടെ പിമ്പിലും നമ്മുടെ കണ്ണുനീരൊപ്പാനുണ്ട് എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ഒരു നിമിഷം തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന സ്നേഹവാനാകുന്ന യേശുവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം ജയിച്ചെഴുന്നള്ളി വന്ന ദൈവമേ, സ്വർഗം ജയിച്ച് വീണ്ടും എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ആണിപ്പാടുകളേറ്റ് അവിടുത്തെ ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ ശിരസിന്മേൽ വയ്ക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വൃദ്ധരായ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഒരു വൃദ്ധ മാതാപിതാക്കളും കണ്ണുനീരൊഴുക്കാനിടയാകല്ലേ കർത്താവെ. യൗവനക്കാർ തെറ്റിപ്പോകാനിടയാകല്ലേ. കുടുംബസ്ഥരായവരെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളും ദൈവഭവനങ്ങളായി മാറുവാനിടയാകണമേ കർത്താവെ. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകരുതേ, എന്നാലോ അവരെ ഓർത്ത് സന്തോഷിക്കുന്നവരുണ്ടാകണമേ. ഞങ്ങളുടെ ഈ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. അനുകൂല കാലാവസ്ഥകളെയൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും പരിശുദ്ധൻ്റെ മധ്യസ്ഥത മൂലം അനുഗ്രഹം ലഭിക്കുവാനിടയാകണമേ. രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ഞങ്ങളെ ആരെയും നിത്യരോഗികളാക്കി തല്ലുകലേ തമ്പുരാനെ. മാറാ രോഗങ്ങളും തോരാത്ത കണ്ണുനീരും നിലയ്ക്കാത്ത ദീർഘനിശ്വാസവും തന്ന് ഞങ്ങളെ ശിക്ഷിക്കല്ലേ. ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ തള്ളിക്കളയരുതേ. കരുണയുള്ള ദൈവമേ, കരുണയ്ക്കായി അടിയങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കരുണയുടെ മുഖം ഞങ്ങളിൽ തിരിച്ചു കളയല്ലേ. കരുണയുടെ വാതിലടിയങ്ങൾക്ക് നേരെ കൊട്ടി അടയ്ക്കല്ലേ. സഹായത്തിനായി നിലവിളിക്കുമ്പോൾ നിലവിളിയുടെ ശബ്ദം കേൾക്കാതെ ഇവിടുത്തെ ചെവി തിരിച്ചു കളയല്ലേ. ഞങ്ങളുടെ കണ്ണുനീർ കാണാതെ മറികടന്നു പോകല്ലേ. എന്നാലോ ഞങ്ങളെ എപ്പോഴും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വചനം സംസാരിച്ച എളിയദാസനെയും ശ്രദ്ധയോടെ കേട്ട എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെയും ഞങ്ങളുടെ പ്രതീക്ഷയിൽ വിശ്രമിപ്പിക്കണമേ. ഞങ്ങളെന്നും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ഈ പരിശുദ്ധ പെരുന്നാളിൻ്റെ പ്രാരംഭ ദിനത്തിൽ തിരുവചനം നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ അവസരം തന്ന തമ്പുരാനെ നന്ദിയോടെ സ്തുതിക്കുകയും എനിക്ക് അതിനായി എന്നെ ക്ഷണിച്ച ഈ പരിമല സെമിനാരി മാനേജർ റംബാച്ചനോടും കൗൺസിൽ അംഗങ്ങളോടും എല്ലാവരോടും പ്രത്യേകിച്ച് എനിക്ക് അനുവാദം തന്ന ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന അഭിവന്യ പിതാവിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പ്രാർത്ഥനയിൽ കുറവുള്ളവനായി എന്നെ ഓർക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും അനുഗ്രഹീത പെരുന്നാൾ ആശംസകൾ.